ഇന്ന് രാവിലെ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ അവലോകന യോഗം കേരള കോൺഗ്രസ് പാർട്ടിയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി ജനറൽ ബോഡി വിളിച്ചു കൂട്ടിയിരുന്നു. അതിനുശേഷം നമ്മുടെ പാർട്ടിയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി വിളിച്ചുകൂട്ടി. ഇപ്പോഴാണ് അത് പൂർത്തീകരിച്ചത്. കേരള സംസ്ഥാനത്തിൻ്റെയും കോട്ടയത്തിൻ്റെയും പ്രത്യേകിച്ച് അതോടൊപ്പം തന്നെ ദേശീയ തലത്തിലുള്ള ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യവും തെരഞ്ഞെടുപ്പ് സാഹചര്യവും വിലയിരുത്തുകയുണ്ടായി. ദേശീയ തലത്തിൽ നമ്മൾ നോക്കുമ്പോൾ കാണുവാൻ കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിൻ്റെ മൂന്നാം ഘട്ടം പൂർത്തിയാക്കിയപ്പോൾ, ഇന്ന് നാലാം ഘട്ടമാണ്, മൂന്നാം ഘട്ടം പൂർത്തിയാക്കിയപ്പോൾ ഏതാണ്ട് 284 സീറ്റുകളിലുള്ള മത്സരം പൂർത്തിയാക്കിയപ്പോൾ BJP അവരുടെ 400 സീറ്റ് എന്ന് പ്രഖ്യാപിച്ച് മുന്നോട്ട് പോയ BJP 400 സീറ്റിൽ നിന്ന് താഴോട്ട് വന്നു എന്ന് മാത്രമല്ല, അവരുടെ പ്രചരണങ്ങളിലൊക്കെ ആ വികസന കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് BJPയുടെ വോട്ടുകൾ ചോരുന്നു, അല്ലെങ്കിൽ അവരുടെ ആധിപത്യം ഉണ്ടായിരുന്ന പ്രദേശങ്ങളിലൊക്കെ ചോർച്ച ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കി ഇന്ന് BJPക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രധാനമന്ത്രി തന്നെ വർഗീയ പ്രചരണം നടത്തി മുന്നോട്ട് പോവുകയാണ്. പ്രധാനമന്ത്രി നടത്തുമ്പോൾ ആ പദവിയെ തന്നെ കളങ്കപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മൾ കാണുന്നത് ഇന്നിപ്പോൾ ഒരു 96 സീറ്റും അങ്ങനെ 380 സീറ്റുകളുടെ അവിടെ മത്സരം നടന്നു കഴിയുമ്പോൾ വലിയൊരു മുന്നേറ്റം ഇന്ന് ഇന്ത്യ മുന്നണിക്ക് ഉണ്ടാകുന്നു. BJPയുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. അവർ പലതരത്തിലുള്ള EDയെ വിട്ട് BJPക്കെതിരെ സംസാരിക്കുന്ന പ്രമുഖരായ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. ആ രീതിയിലുള്ള പ്രചരണമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. BJP ഒരു തകർച്ചയിലേക്ക്, അവരുടെ ഭരണം ഒരു തകർച്ചയിലേക്ക് പോവുകയാണ്. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും എന്നുള്ളത് സംശയവുമില്ല. അതിൻ്റെ ഒരു വിലയിരുത്തലും ഞങ്ങൾ നടത്തിയിരുന്നു. പൊതുവെ